കേരളത്തിലെ സാമൂഹ്യക്ഷേമ സുരക്ഷാ പെൻഷൻകാരും വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷൻകാരും അടിയന്തരമായി അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന വിവരങ്ങളാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മസ്റ്ററിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ആധാർ കാർഡ് മാത്രം മതിയോ? പുതുതായി പെൻഷൻ വാങ്ങുന്നവർ മസ്റ്ററിംഗ് ചെയ്യണോ? മസ്റ്ററിംഗ് ചെയ്യാതിരുന്നാൽ പെൻഷൻ ലഭിക്കില്ലേ? ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ. മസ്റ്ററിംഗ് എന്നത് പുതിയ പെൻഷൻ ആയിട്ടുള്ള അപേക്ഷ സമർപ്പിക്കുന്ന ഒന്നല്ല. സർക്കാർ രേഖകളിൽ പെൻഷൻ വാങ്ങുന്ന വ്യക്തി ജീവിച്ചിരിപ്പുണ്ടെന്നും അർഹനായിട്ടുള്ള വ്യക്തി തന്നെയാണ് ഈ പെൻഷൻ തുക വാങ്ങുന്നത് എന്നും ഉറപ്പാക്കാൻ നടത്തുന്ന ഒരു പ്രക്രിയയാണ് വാർഷിക ബയോമെട്രിക് മസ്റ്ററിംഗ്. ഇത് ഒരു പുതിയ നിയമമല്ല, വർഷങ്ങളായിട്ട് സർക്കാർ നടത്തിവരുന്ന ഒരു നടപടിയാണ്. നിലവിൽ മസ്റ്ററിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. 2026 സെപ്റ്റംബർ 30 വരെയാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ള സമയം. ഈ സമയപരിധിക്കുള്ളിൽ മസ്റ്ററിംഗ് ചെയ്തില്ലെങ്കിൽ പെൻഷൻ ലഭിക്കുകയില്ല. ആവശ്യമായ രേഖകൾ നൽകിയാൽ മാത്രമേ പിന്നീട് നിങ്ങൾക്ക് തുടർന്നുള്ള പെൻഷൻ ലഭിക്കുകയുള്ളൂ. എല്ലാ വിഭാഗത്തിൽപ്പെട്ട പെൻഷൻകാരും ഒരേ രീതിയിലല്ല മസ്റ്ററിംഗ് ചെയ്യേണ്ടത്. ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല വിധവ പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ, അവിവാഹിതയായിട്ടുള്ള സ്ത്രീകൾക്കുള്ള പെൻഷൻ ഇവരൊക്കെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് മസ്റ്ററിംഗ് നടത്തേണ്ടത്. എന്നാൽ സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡിൽ നിന്നുള്ള ജീവൻ പ്രമാൺ ആപ്പ് ഉപയോഗിച്ചും മദ്രസ അധ്യാപക ക്ഷേമനിധി പെൻഷൻ വാങ്ങുന്നവർ അതാത് ഓഫീസ് വഴിയുമാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെട്ടതെന്ന് പൂർണ്ണമായും മനസ്സിലാക്കിയതിന് ശേഷം വേണം നടപടി പൂർത്തിയാക്കാൻ. ആധാർ കാർഡ്, പെൻഷൻ ബുക്കിലെ പെൻഷൻ നമ്പർ അല്ലെങ്കിൽ പെൻഷൻ പേയ്മെൻറ്റ് ഓർഡർ നമ്പർ ഇവയൊക്കെ ആയിട്ടായിരിക്കണം നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിൽ മസ്റ്ററിങ്ങിനായി പോകേണ്ടത്. പോകുമ്പോൾ നിർബന്ധമായും നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊണ്ടുപോയിരിക്കണം. അത് ആധാറുമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ തന്നെയായിരിക്കണം കയ്യിൽ കരുതേണ്ടത്. ചിലപ്പോൾ OTP ആവശ്യമായി വരും, എങ്കിൽ നിങ്ങൾക്കത് നൽകേണ്ടതായിട്ടും വരും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ആയിരിക്കണം കൊണ്ടുപോകേണ്ടത്. അക്ഷയ കേന്ദ്രങ്ങളിൽ ചെന്നാൽ നിങ്ങളുടെ വിരലടയാളമോ കണ്ണ് സ്കാൻ ചെയ്യുന്നതിലൂടെയോ നിങ്ങളുടെ മസ്റ്ററിംഗ് പൂർത്തിയാക്കും. ഗുരുതരമായ അസുഖമുള്ളവർ, പ്രായാധിക്യത്താൽ മസ്റ്ററിങ്ങിന് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചേരാൻ കഴിയാത്തവർ ഇവർക്കൊക്കെ വീട്ടിൽ വന്ന് നേരിട്ട് തന്നെ മസ്റ്ററിംഗ് അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും നടത്തുന്നതായിരിക്കും. ഇങ്ങനെ നടത്തണമെങ്കിൽ നിങ്ങളത് മുൻകൂട്ടി അക്ഷയ കേന്ദ്രങ്ങളിൽ അറിയിച്ചിരിക്കണം. ഇങ്ങനെ മസ്റ്ററിംഗ് നടത്തുന്ന സന്ദർഭങ്ങളിൽ പ്രായമായവരുടെ വിരലടയാളം പതിയാതെ വന്നു കഴിഞ്ഞാൽ പേടിക്കേണ്ടതില്ല. അത്തരം സന്ദർഭങ്ങളിൽ ഗസറ്റ് ഓഫീസറുടെയോ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർ നൽകുന്ന ലൈഫ് സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട അധികാരികൾക്ക് നിങ്ങൾ സമർപ്പിച്ചാൽ മതിയാകും. പ്രത്യേകം ശ്രദ്ധിക്കുക, അവസാന ദിവസങ്ങളിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ നല്ല തിരക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്.